ADGP അജിത് കുമാർ ദത്താത്രേയ ഹൊസബാലയെ കണ്ടത് വലിയ വിവാദമാണ്. RSS അതിനെന്താ മറുപടി പറയാത്തത്? RSS മറുപടി പറയണമെന്ന് BJP നേതാവ് V മുരളീധരനും പറഞ്ഞു കഴിഞ്ഞു. ഞാനത് കണ്ടു. എന്താണ് V മുരളീധരൻ അങ്ങനെ പറയാൻ കാര്യമെന്ന് എനിക്കറിഞ്ഞൂടാ. RSS മറുപടി പറയണം. RSS എന്ത് പറയണം? മാത്രമല്ല RSS മറുപടി പറയണമെന്ന് പറയാൻ V മുരളീധരനാരാ? അല്ല, V മുരളീധരൻ RSS മാത്രമൊന്നുമല്ല. മുഖ്യമന്ത്രി പറയണം, ADGP പറയണം, മൂന്നാമത് RSS പറയണം. അല്ല, എന്തിന് അങ്ങനെ പോലുമല്ല. 3 പേർക്കാണ് മറുപടി പറയാൻ കഴിയുക. അതിലൊന്ന് മുഖ്യമന്ത്രി, 2 ADGP, 3 RSS. ശരിയാണല്ലോ അത്. പിന്നെ പറയുമ്പോൾ പറഞ്ഞു RSS പറയും. ഈ RSS പറയും എന്ന് V മുരളീധരൻ പറയുന്നത് തന്നെ ഒരു ശോഭകേടാണ്. RSSന് വേണ്ടി BJPക്കാർ ഉത്തരം പറയേണ്ടതില്ല എന്ന് മുരളീധരൻ പറയുന്നു. അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ RSS പറയും എന്ന് പറയുന്നത് ആ കളത്തിൽ കയറിയുള്ള ഒരു കളിയല്ലേ? അതിൻ്റെ ആവശ്യമില്ല. RSS പറയുകയോ പറയാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യും. മുരളീധരൻ അത് നോക്കണ്ടല്ലോ. മുരളീധരൻ പറയണമെങ്കിൽ തന്നെ RSSുമായിട്ട് കണ്ടതിന് BJP സമാധാനം പറയേണ്ട കാര്യമില്ല, അത് അവരോട് ചോദിക്കാം എന്ന് പറയാം. RSS ഉത്തരം പറയും എന്ന് പറയുന്നത് ഒരു ശോഭകേടാണ്. പറയും എന്ന് പറഞ്ഞിട്ട് പറയണം എന്ന് ഉടനെ തിരുത്തിയിട്ടുണ്ട്. അങ്ങനെയല്ല, അത് എംഫസിസാണ്. പറയും, പറയണം, ഇതാണ്. അല്ല, അത് സ്വാഭാവികമായി എംഫസൈസ് ചെയ്യണത്. മനസ്സിലായി. അല്ല, നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് നോക്കുമ്പോൾ ഒരു വിവാദം ഇങ്ങനെ കുറേ ദിവസമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്ന് അവസാനിക്കണ്ടേ? ഒന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് പറയാം, മുഖ്യമന്ത്രി പറയുന്നില്ല. അജിത് കുമാർ ഞാൻ കണ്ടു എന്ന് പറഞ്ഞു, അത്രയും പറഞ്ഞു, എന്തിനെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ RSSൻ്റെ ഒരു വേർഷൻ കൂടെ വന്നാൽ ഇത് അവസാനിക്കുമല്ലോ. ഒരു വിവാദം കത്തിക്കൊണ്ടിരിക്കുന്നു, അതിലേക്ക് എണ്ണ പകരേണ്ട കാര്യം മുരളീധരനില്ലല്ലോ. ഉണ്ടോ? അദ്ദേഹം അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തിനാ? അദ്ദേഹം സംസാരിച്ചുകൊണ്ടാണല്ലേ ഇപ്പോൾ വീണ്ടും ഈ ചോദ്യമൊക്കെ വരുന്നതും സുനിലിനോട് ചോദിക്കുന്നതൊക്കെ. അല്ല, അദ്ദേഹം ഇത് പറയാൻ വന്നതായിരിക്കില്ല, പത്രക്കാർ മൈക്കുമായിട്ട് പോയതായിരിക്കും. ഇല്ല, എനിക്കതിലൊന്നും പറയാനില്ല എന്ന് പറയുക. ഈ ചില കാര്യങ്ങളിൽ മിണ്ടാതിരിക്കാൻ എന്താ കുഴപ്പം? ചോദിച്ചതിനെല്ലാം ഉത്തരം പറഞ്ഞേ പറ്റൂ എന്നുണ്ടോ? എനിക്കതിലൊന്നും പറയാനില്ല. അല്ല, മീഡിയ ഫ്രണ്ട്ലി ആകുമ്പോൾ അങ്ങനെ വേണ്ടേ? അല്ല, ഈ മീഡിയ ഫ്രണ്ട്ലി ആവാൻ പോകുമ്പോഴാണ് വിവാദങ്ങൾ കൂടുതൽ വർദ്ധിക്കുന്നത്. വാസ്തവത്തിൽ ഈ വിവാദം ഒരു വിവാദമേ അല്ല. ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, ADGP ദത്താത്രേയ ഹൊസബാലയെ ചെന്ന് കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല. മുരളീധരൻ ആകെ തിരിഞ്ഞു ചോദിക്കാമായിരുന്നു, അതുകൊണ്ടെന്താ കണ്ടു, അതുകൊണ്ടെന്താ? കണ്ടാൽ കുളിക്കേണ്ട ഒരാളാണോ ഈ ദത്താത്രേയ ഹൊസബാലെ? അല്ലല്ലോ. ആൻഡ് ഫാക്ച്വൽ മിസ്റ്റേക്ക് നോക്കും മുരളീധരൻ കാണിക്കുന്നത്. വലിയ പ്രത്യാക്രമണം എന്നുള്ള മട്ടിൽ VD സതീശൻ ഗുരുജി ഗോൾവൽക്കറിന് മുമ്പിൽ വിളക്ക് കൊളുത്തി ഏതോ പരിപാടി അതിൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. നമ്പർ 2, വിചാരകേന്ദ്രത്തിൻ്റെ ഒരു തൃശ്ശൂർ പ്രോഗ്രാമിൽ VD സതീശൻ പങ്കെടുത്തു. ആ VD സതീശൻ തന്നെയല്ലേ ഈ VD സതീശൻ എന്ന് പറയുമ്പോൾ ഈ 2 പ്രോഗ്രാം പബ്ലിക് പ്രോഗ്രാമായിരുന്നു. അതുകൊണ്ടാണ് ഫോട്ടോ പുറത്തു വന്നത്. നോട്ടീസ് അടിച്ച് ഒക്കെ നടത്തിയ പ്രോഗ്രാമാണ്. അതിൽ പരസ്യമായിട്ടാണ് VD സതീശൻ പോകുന്നത്. VD സതീശൻ്റെ പോയിൻ്റ് എന്താ? നിങ്ങൾ രഹസ്യമായിട്ട് കണ്ടു, അത് ഡീലിനാണ്. ഇതാണ്. ഒളിച്ചു പോയത് എന്തിന് എന്നുള്ളതാണ് VD സതീശൻ്റെ ചോദ്യം. ഇപ്പം ഇന്നത്തെ പത്രത്തിൽ വലിയൊരു ഫോട്ടോയുണ്ട്, മുഹമ്മദ് റിയാസും K സുരേന്ദ്രനും കൂടെ നിൽക്കുന്നത്. അതിൻ്റെ നടുക്ക് യൂസഫ് അലിയും കൂടെ ഉണ്ടെന്നേ ഉള്ളൂ. കോഴിക്കോട് ലുലുവിൻ്റെ ഉദ്ഘാടനം പരസ്യമായ ചടങ്ങാണ്. പരസ്യമായിട്ട് ഫോട്ടോ വന്നു, ഫ്രണ്ട് പേജിൽ വന്നു പത്രങ്ങളിലെ. ആർക്കും പരാതിയില്ലല്ലോ. VD സതീശൻ്റെ ഇതിനകത്തെ പരാതി പോലും V മുരളീധരനും മനസ്സിലായിട്ടില്ല. അതാണ് V മുരളീധരൻ്റെ പോയിൻ്റ് മനസ്സിലാവണ്ടേ. RSSുമായിട്ട് കണ്ടു എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ പോയിൻ്റ്. രഹസ്യമായിട്ട് കണ്ടു, ആരെയും അറിയിക്കാതെ കണ്ടു. യൂണിഫോം അഴിച്ചു വെച്ചു, വണ്ടി കൊണ്ടുപോയി ഒരു 5 സ്റ്റാർ ഹോട്ടലിലിട്ടു. അവിടുന്ന് ജയകുമാർ ഓടിച്ച ഒരു കാറിൽ ഈ RSSൻ്റെ ക്യാമ്പ് സ്ഥലത്ത് വന്ന് കണ്ടു. അതെന്തിന് കണ്ടു? ഇതാണ് VD സതീശൻ്റെ ചോദ്യം. അല്ല, VD സതീശൻ പോയി ഉദ്ഘാടനം ചെയ്തതുപോലെ പലരും പോയി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അത് പബ്ലിക് പ്രോഗ്രാമിൽ ഒളിച്ചു വയ്ക്കുന്നില്ലല്ലോ. ഈ ഒളിച്ച് കാണുമ്പോഴാണല്ലോ ഇത് എന്തിനാണെന്ന് ഉള്ള ചോദ്യം വരുന്നത്. അവിടെയാണ് V മുരളീധരനെ കംപ്ലീറ്റ്ലി ദ ഇഷ്യൂസ് ആർ ബിയോണ്ട് ഹിസ് കോംപ്രഹെൻഷൻ. അങ്ങനെയൊക്കെ മനസ്സിലാകുന്നില്ല പ്രശ്നം എന്താണ്
എവിടെ ആര് ഹിറ്റ് ചെയ്യുന്നു, ഇതൊന്നും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അങ്ങനെ അതാണ് അദ്ദേഹത്തിൻ്റെ തകരാറ്. എത്രയോ കാലമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാൾ ഈ കാര്യം ഇങ്ങനെ എഴുന്നള്ളിക്കുമോ? RSSൻ്റെ യോഗത്തിൽ പരസ്യമായിട്ട് അല്ലെങ്കിൽ വിചാരകേന്ദ്രത്തിൻ്റെ യോഗത്തിൽ പരസ്യമായിട്ട് വി ഡി സതീശൻ പോയി മൈക്കിലൂടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? വി ഡി സതീശൻ്റെ പോയിൻ്റ് അതല്ല. RSSൻ്റെ അത് ഇങ്ങനെ സൂക്ഷ്മമായി നോക്കുന്നവർക്ക്, സാധാരണക്കാർക്ക് ഒരു മറുപടി മതി. അങ്ങനെ അവിടെ പോയെങ്കിൽ ഇങ്ങനെയും പോയിട്ടുണ്ട്, സതീശനും പോയിട്ടുണ്ട്. ഇല്ല, ഇത് സാധാരണക്കാരുടെ മറുപടി അല്ലല്ലോ, സാധാരണക്കാരുടെ ചോദ്യവുമല്ല. വി ഡി സതീശൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ദർ ഈസ് എ ഡീൽ ബിറ്റ്വീൻ CPM ആൻഡ് RSS. ഡീലാണ്. ഡീലായതുകൊണ്ടാണ് ഇത് രഹസ്യമായിട്ട് കണ്ടത്. റാം മാധവിനെ കണ്ടതും രഹസ്യമായിട്ട്. ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ പോയിൻ്റ്. ഈ പോയിൻ്റേ മനസ്സിലാക്കുന്നില്ലെങ്കിൽ വി മുരളീധരന് കഷ്ടം. ഇതും സുരേന്ദ്രന് മനസ്സിലാവുന്നുണ്ട്. സുരേന്ദ്രൻ ഇന്നലെയൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായ സുരേന്ദ്രൻ കൃത്യമായ, കാരണം സുരേന്ദ്രന് ഇഷ്യൂ മനസ്സിലാവുന്നുണ്ട്. ഈ മനുഷ്യന് ഇഷ്യൂ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് അഭിനയിക്കുന്നു. എന്താ പറയുക? സുരേന്ദ്രൻ്റെ ഇന്നലത്തെ കോട്ടയത്തെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഗംഭീര സ്റ്റേറ്റ്മെൻറ്റുകളായിരുന്നു. ഈ ഞാൻ പറയുന്നത് ഒരു പ്രശ്നം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മർമ്മം അഡ്രസ്സ് ചെയ്യുക. ബെസ്റ്റ് വേ കീപ് ക്വയറ്റ്. RSS ചെയ്യുന്ന പോലെ അതിൽ നിന്നും മറുപടി പറയാൻ ഞങ്ങളില്ല, കഴിയും. അല്ല, ഇപ്പോൾ ഇത് RSS പറയും അല്ലെങ്കിൽ പറയണം എന്ന് പറഞ്ഞതുകൂടി ഇത് RSSൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് ഇട്ടോ? RSSൻ്റെ ഗോൾ പോസ്റ്റിൽ ആർക്കും വന്ന് ഗോളടിച്ചിട്ട് പോകാം. അവിടെ ഗോളിയില്ല, ഫ്രീ ആണ്. നിങ്ങൾക്കൊരു അടിച്ചോ പൊക്കോ, നിങ്ങൾക്ക് സന്തോഷമാകണം, ഒരു ഗോൾ അടിച്ചിട്ട് പൊക്കോ എന്ന്. RSS ഇതൊരു ഫുട്ബോൾ മത്സരമായിട്ട് കാണുന്നേ ഇല്ല. നിങ്ങൾ RSSൻ്റെ ഗോൾ പോസ്റ്റ് എന്ന് വിചാരിക്കുന്ന ആ നെറ്റുണ്ടല്ലോ, അത് RSSൻ്റേതല്ല. RSSന് ഗോൾ പോസ്റ്റും ഇല്ല, നെറ്റും ഇല്ല. പന്ത് എങ്ങോട്ട് നിങ്ങൾക്ക് കഴിക്കും? മൊത്തം ഭാരതത്തിൽ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു സംഘടനയുണ്ടോ? അവർക്ക് ഒരു പ്രശ്നമില്ല. ആർക്കും അവരെ ഒന്ന് കാണാം, കാണാതെയും ഇരിക്കാം. അവരാരെയും പോയി കാണും, കാണാതെയും ഇരിക്കും. അല്ല, ഇതെന്ത് ഇത്ര വലിയ കാര്യം? അല്ല, മുരളീധരനെ പോലെ RSS ഒക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ള ഒരാൾ, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ ഇങ്ങനെ പറയണ്ട എന്നുള്ളത്? TGക്ക് അറിയാവുന്ന പോലെ അദ്ദേഹവും സംഘത്തിലൂടെയൊക്കെ വന്ന ആളല്ലേ. അദ്ദേഹം ഇത് വെച്ച് സ്കോർ ചെയ്യാമെന്ന് കരുതി. ഈ വി ഡി സതീശൻ്റെ ഈ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞപ്പോൾ കിട്ടിപ്പോയി എന്ന് വിചാരിച്ചു. അതിൻ്റെ ഡയമെൻഷൻ മനസ്സിലാകാതെ പോയി. ഇത് അദ്ദേഹത്തിന് ഇതിനു മുമ്പും പറ്റിയിട്ടുണ്ട്. നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്ത് വന്നപ്പോൾ നയതന്ത്ര ബാഗേജ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഊരാൻ അങ്ങനെ പെട്ട പാടെ എനിക്കറിയാം. ഐ ഡിഫെൻഡഡ് ബൈ റൈറ്റിംഗ്. ഈ പ്രസ്താവനയിലൂടെ സ്വപ്ന സുരേഷിനെ സഹായിക്കുകയാണ് മുരളീധരൻ ചെയ്തതെന്ന് പറഞ്ഞാൽ അന്ന് വാൻ ബഹളമൊക്കെ നടന്നു. ഞാനാണ് ആ ബലൂണിൻ്റെ കാറ്റ് കുത്തിക്കളഞ്ഞത്. ഞാൻ പറഞ്ഞു മുരളീധരൻ്റെ പ്രസ്താവന കൊണ്ട് സ്വപ്ന സുരേഷിന് കൂടുതൽ ദോഷമേ ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ അവർ രക്ഷപ്പെടുകയല്ല എന്ന്. ആശ്ചര്യമാണല്ലേ. പറയുന്നത് എന്താണെന്ന് സ്വയം ഒരു തിരിച്ചറിവ് വേണ്ടേ? ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാനൊരു സാമർഥ്യം വേണ്ട. ഇതൊക്കെ ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട സാമർഥ്യങ്ങളാണ്. ഏതായാലും ഇപ്പോൾ നമ്മുടെ ചാനലുകളിലൊക്കെ ഹെഡ്ലൈനായി മുരളിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്. മുരളി ഇത് RSSനെ ഒന്ന് എംബ്രേസ് ചെയ്യാൻ ശ്രമിച്ചു. RSS അങ്ങനെ പെട്ടെന്നൊന്നും അറിയാതെ പറ്റിയതായിരിക്കുമോ? അറിയാതെ പറ്റിയതാണ്. മനഃപൂർവ്വം ഒന്നും അങ്ങനെ ചെയ്യില്ല. ഈ പറഞ്ഞു വരുന്ന ആവേശത്തിൽ ഞാനൊരു വലിയ പോയിൻ്റ് അടിക്കാൻ പോവുകയല്ലേ. വി ഡി സതീശൻ ഗുരുജി ഗോൾവൽക്കറിൻ്റെ മുമ്പിൽ നിലവിളക്കി കാര്യമല്ല, ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. എത്രയോ ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, പക്ഷേ അത് ഇദ്ദേഹത്തിന് കിട്ടുമ്പോൾ മെയിൻ സ്ട്രീം മീഡിയയിൽ പുള്ളി ഒരു പോയിൻ്റ് അടിക്കുകയല്ലേ. ഇതറിയാവുന്ന ആളാണ് സുരേന്ദ്രനും ബാക്കി BJPക്കാരും RSSകാരും ഒക്കെ. ഇതൊക്കെ കഴിഞ്ഞ വർഷം ഒരു ചർച്ചയും ബഹളമൊക്കെ ആയിട്ട് കഴിഞ്ഞതാണത്. അതിൽ പല സ്ഥലത്തും ഇൻഫോർമലി, ഞാനതിൽ പ്രതികരിക്കാനൊന്നും പോയില്ല. ഇൻഫോർമലി പക്ഷെ ഞാൻ അറിയിച്ചു ഇത് RSSൻ്റെ സ്വഭാവമല്ല. ഈ ഫോട്ടോ കാണിച്ച് താൻ പണ്ട് വന്നതല്ലേ, അത് ചെയ്യാറില്ല. ബട്ട് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വന്നിരുന്നു എന്ന് ചോദിച്ചു, വന്നിരുന്നു, ഫോട്ടോയുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് ആ ഫോട്ടോ ഉപയോഗിക്കില്ല. അത് ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അടുത്ത ആൾ വരാൻ ഭയക്കും. ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണത്. ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും വിവാദം ഉണ്ടാകുമ്പോൾ ഇവരിത് എടുത്ത് കാണിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. RSS ചെയ്തിട്ടുമില്ല. എത്രയോ പേര് RSSൻ്റെ കാര്യാലയത്തിൽ വരാറുണ്ട്. ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ മാധവിക്കുട്ടി, കവയിത്രി മാധവിക്കുട്ടി എറണാകുളത്ത് RSS കാര്യാലയത്തിലിരിക്കുന്നു. ഒറ്റയ്ക്കിരിക്കുന്നു. അവരെ ആരും സ്വീകരിച്ച് അവിടെ ഇരുത്തി. എന്നിട്ട്
മറ്റ് മുതിർന്ന ആൾക്കാരെ വിളിക്കാൻ പോയ സമയത്താണ് ഞാൻ ചെല്ലുന്നത്. ഞാനൊന്ന് തൊഴുതു, അവർ മനോഹരമായിട്ടൊന്ന് ചിരിച്ചു. പിന്നെ എനിക്ക് അത്ര വലിയ, ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്ര വലിയ ആളിനെ, ലിറ്റററി ഫിഗറിനെ മുമ്പിൽ കാണുന്നത്. പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലോ, ഞാനൊന്ന് പരിങ്ങി നിന്നു. അപ്പോഴത്തേക്ക് വേറെ 3-4 പേരൊക്കെ വന്നു, ഇരുന്നു, അവർ സംസാരം തുടങ്ങി, ഞാൻ മാറി. ഇതുപോലെ അബ്സല്യൂട്ട്ലി അപ്രോച്ചബിളായിട്ടുള്ളൊരു സംഘടനയാണ് RSS. ഈ മാധ്യമങ്ങൾ ഇതെന്തോ രഹസ്യ സംഘടനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതൊക്കെ ഈ പിള്ളേരെ കളിയാണ്. ഇത് അങ്ങനെയൊന്നും അല്ല. അത് അത്രയും പറഞ്ഞ് അങ്ങ് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു മുരളീധരൻ. അഡീഷണൽ ഒരു ഫാക്ടർ കൊണ്ടുവന്നിട്ട് VD സതീശൻ പോയില്ലേ എന്നൊക്കെ ചോദിച്ച് ഇപ്പോൾ വേറെ ആരെങ്കിലുമൊക്കെ ഇറങ്ങും. പലരും വന്നിട്ടുണ്ട് RSSൽ. എന്നാലും മുഖ്യമന്ത്രി അല്ലെങ്കിൽ RSSൻ്റെ ഭാഗത്ത് നിന്ന് ഒരിടപെടലുണ്ടായാൽ ഈ വിവാദം ഒന്ന് അവസാനിച്ചു പോകുമല്ലോ. ഇല്ല, മുഖ്യമന്ത്രി പറയാണ് അതെ അത് കണ്ടാൽ എന്താ കുഴപ്പം, അത് വർദ്ധിക്കുകയുള്ളൂ. നിങ്ങളൊരു അക്ഷരം മിണ്ടിയാൽ ഈ വിവാദം വർദ്ധിക്കുകയുള്ളൂ. ഇപ്പം ഈ വിവാദത്തിൽ രക്ഷപ്പെട്ടു പോകുന്നത് PV അൻവറിൻ്റെ ആരോപണങ്ങളാണ്. ഇപ്പം മരമുറി കേസില്ല, സ്വർണ്ണക്കടത്തില്ല, മാമി അപ്രത്യക്ഷനായി, കൊലപാതകമാണ് ഇല്ല. അല്ല, CBI അന്വേഷണം ആവശ്യപ്പെട്ട് പെറ്റീഷൻ വരുന്നുണ്ട്. അല്ല, അത് അവരുടെ കുടുംബം ചെയ്യുന്നതല്ലേ, അല്ലാതെ പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻ ഇല്ലല്ലോ അതിനകത്ത്. സിനിമാ വിവാദം ഇല്ല. ഹേമ കമ്മിറ്റി കംപ്ലീറ്റ് അപ്രത്യക്ഷമായി. കാരണം ഹേമ കമ്മിറ്റിയിൽ മയക്കുമരുന്ന് പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ദത്താത്രേയ ഹോസ്പിറ്റലെ കൊണ്ടുവന്നിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ദത്താത്രേയ ഹോസ്പിറ്റലെ ഓടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്ന 4 ദിവസം ഈ വിവാദം അവസാനിക്കും. ജസ്റ്റ് റിഫ്യൂസ് ടു ഈ രാഷ്ട്രീയക്കാരുടെ ഒരു ധാരണയുണ്ട്, പത്രക്കാർ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം തങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണെന്ന്. അങ്ങനെ അല്ല. പിന്നെ ഈ 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നറിയാൻ വേണ്ടി പത്രസമ്മേളനം നടത്തരുത്. അതൊക്കെ മഹാ കുറച്ചിലാണ്. യു ഷുഡ് നോട്ട് ഡൂ ദാറ്റ്. ഏതായാലും ഈ കമൻറ്റ് വേണ്ടായിരുന്നു എന്നാണ് തീർച്ചയായിട്ടും വി മുരളീധരനും അക്ഷരം വേണ്ട കാര്യമില്ല. പറയാനുള്ളത് സുരേന്ദ്രൻ പറയുന്നുണ്ടല്ലോ, സംസ്ഥാന പ്രസിഡൻറ്റുമാണ്. ഇങ്ങനെ വെറുതെ കയറി എന്തിനാ പത്രക്കാരോട് സംസാരിച്ചത് അബദ്ധമാക്കി വയ്ക്കുകയും ചെയ്തു. അല്ല, അത് സംസാരിച്ചതായിരിക്കില്ല ടീച്ചർ, വന്നിറങ്ങുമ്പോൾ മൈക്കും കൊണ്ട് പോകുന്നതാണ്. അല്ല, ഇരുന്നൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് സംസാരിക്കും, വഴിയിൽ നിന്ന് സംസാരിച്ചതൊന്നുമല്ല. അപ്പോൾ ഞാൻ ഫർദർ അങ്ങനെ കുറ്റം, ഈ TV-യിൽ വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിൽ നിന്ന് മുരളീധരനും മുക്തനല്ല, അത്രേ ഉള്ളൂ. അല്ല, അത് സന്തോഷമുള്ള കാര്യമാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.